അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പെർമനന്റ്ലി ബ്ലോക്ക് ആവാൻ പോകാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതും ട്രായിൽ നിന്നാണ് വിളിക്കുന്നത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വിളിച്ച് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതോ ഒരു തട്ടിപ്പ് സംഘം ഹാക്ക് ചെയ്തിട്ട് ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. ഇത് കേട്ടാൽ നമ്മൾ പാനിക്കായി പോകും. ഞാനും പാനിക്കായി പോയി. കാരണം നമ്മുടെ മൊബൈലിലാണ് നമ്മുടെ ലൈഫ്. ഗൂഗിൾ പേ, കോൺടാക്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ലൈഫാണ് മൊബൈൽ. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ ഇതല്ലാന്ന് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ 2 അമർത്തും. ഞാനിങ്ങനെ 2 അമർത്താൻ ഒരുങ്ങിയപ്പോൾ എനിക്കൊരു തോന്നല് ചിലപ്പോൾ ഇതിലൊരു തട്ടിപ്പുണ്ടെങ്കിലോ എന്ന്. അപ്പോൾ തന്നെ ഞാൻ ആ കോള് കട്ട് ചെയ്ത് എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറെ വിളിച്ചു, സന്തോഷ് സാറിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹമാണ് ഇത് പറഞ്ഞിരുന്നത്, ഇത് പക്കാ തട്ടിപ്പാണ്. ഇതാണ് പിന്നീട് അവർ ഡ്രൈവ് ചെയ്ത് ഡിജിറ്റൽ അറസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ നമ്മുടെ ബാങ്കിലുള്ള പണമൊക്കെ തട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും ബാങ്കിൻ്റെ പേരിൽ തന്നെ ഈ തട്ടിപ്പ് കോള് വരണം എന്നില്ല. നമ്മുടെ ഇത്തരത്തിലുള്ള ആശങ്കകളും ഉത്കണ്ഠകളും ഉണ്ടാവുമല്ലോ. നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ഗൂഗിൾ പേ, നമ്മുടെ അക്കൗണ്ടിലുള്ള പണം, ഇതുപോലെ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ഇങ്ങനെയുള്ള ആശങ്കകളുണ്ടോ അതൊക്കെ ഈ തട്ടിപ്പ് സംഘം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കോള് വരുമ്പോൾ എന്തെങ്കിലും തട്ടിപ്പ് മണക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കോള് കട്ട് ചെയ്തിട്ട് ആ മേഖലയിൽ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്കിൽ നിന്ന് എന്ന പേരിലൊരു കോള് വന്നാൽ ആ കോള് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ബാങ്കിനെയോ ബാങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളെയോ കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ പാനിക് ആവുന്ന സിറ്റുവേഷൻ നമ്മുടെ ഉത്കണ്ഠകളെയും ആശങ്കകളെയും ഒക്കെയാണ് ഈ തട്ടിപ്പ് സംഘം പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് കാര്യങ്ങൾ അധികം പാനിക് ആവാതെ റിലാക്സ്ഡ് ആയിട്ട് മാനേജ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുക.